ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും ഗാഥയും മിസ്സിങ് ആവുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവീൻ്റെ മുറപ്പെണ്ണാണെങ്കിൽ എങ്ങനെയും നവീനെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ നടക്കണം. അങ്ങനെ തൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് നവീൻ്റെ അച്ഛനോട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ കളിച്ച കളികളൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട, ഇനി നിങ്ങൾ ചെയ്തൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് കൂടുതലൊന്നും ഇനി ഇത് ചെയ്താൽ എല്ലാവരും പുറത്തായിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എങ്ങനെയും കീർത്തനയ്ക്ക് ആണെങ്കിൽ എങ്ങനെയും നവീനെ സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പൂജാരിയെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നവീനെ വശത്താക്കാനുള്ള പൊടിയൊക്കെ അയാൾ കൊടുക്കുന്നു. അത് പാലിൽ കലക്കി കൊടുക്കാൻ പറയുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ കൃഷ്ണയെ കാണാതെ വല്ലാതെ മനസ്സെടുക്കുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് നോക്കാൻ നേരത്ത് ഫോണൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആകുന്നു. ഇതേ സമയത്ത് നവീനെ ആണെങ്കിൽ സിദ്ധാരയുടെ ബിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഗാഥ എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഗാഥ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ പിന്നെ വന്നില്ല, പിന്നെ ഷെഡ്യൂൾഡ് മാറ്റിയെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിളിച്ചില്ല എന്ന് പറയും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പറയും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് നവീൻ ചോദിക്കും. അപ്പോൾ പറയും, ഇല്ല വരണ്ടെന്ന് പറയും. അങ്ങനെ നവീൻ പെട്ടെന്ന് തന്നെ ഗാഥയുടെ ഫ്രണ്ടിനെ വിളിക്കും. ഗാഥയുടെ ഫ്രണ്ട് പറയും, ഓ അവൾ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ളതാണ്, ചില സമയത്ത് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കും, അത് അവളുടെ സ്ഥിരം പരിപാടിയാണ്, അതുകൊണ്ട് നവീൻ അത് കൂടുതൽ ഇതെടുക്കണ്ട എന്ന് പറയും. അങ്ങനെ ഇത് ചെയ്യാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണയെ കാണാതെ അമ്മ വിഷമിക്കുകയാണ്. അപ്പോൾ അമ്മ എങ്ങനെയും കൃഷ്ണയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണയുടെ അമ്മയും എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ പോയി ഇറങ്ങുന്ന സീനൊക്കെ കാണിക്കുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ കീർത്തനയാണെങ്കിൽ ഈ നവീനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഇങ്ങനെ ബലപ്പെട്ട് വരികയാണല്ലോ. അപ്പോൾ വീണ്ടും നവീനെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സർപ്പത്തെയൊക്കെ കാണിക്കുന്നു. വലിയൊരു സർപ്പമൊക്കെ ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുന്നതൊക്കെ അവൾ കാണുന്നു. അപ്പോൾ അവൾ പേടിച്ച് വഹിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ നവീൻ്റെ അച്ഛനോടൊക്കെ ഇത് പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരും ഭയപ്പെട്ട് നിൽക്കുന്നു. പിന്നീട് നവീൻ ഇനി കുളിക്കാൻ നേരത്ത് ശരീരത്തൊരു പാടൊക്കെ കാണുന്നു. അതെന്താണെന്നൊക്കെ നാളത്തെ എപ്പിസോഡിലാണുള്ളത്. അപ്പോൾ ഈ കൃഷ്ണയും ഗാഥയും ഇവർക്ക് രക്ഷിക്കാൻ പറ്റുമോ? ആരാണ് കൃഷ്ണയും ഗാഥയും തട്ടിക്കൊണ്ടുപോയത്? മിക്കവാറും ഈ സുന്ദരിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടാകും. കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് കൃഷ്ണ ആരാണ് ഗാഥ ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പം മിക്കവാറും അങ്ങനെ അവർ രണ്ടുപേരും മിക്കവാറും ഒരു സ്ഥലത്ത് തന്നെ ആകാനായിരിക്കും ചാൻസ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.